മയൂരം സാഹിത്യ സംസ്കാര സമിതി 5ാമത് വിഷയാധിഷ്ഠിത കഥാരചന മത്സരം. വിഷയം ലഹരി പതിയും ഇടങ്ങൾ. ശീർഷകം ലഹരിയുടെ മുഖങ്ങൾ. രചന തോമസ് കാവാലം. ശബ്ദം ജെസി ജോൺ. ജൂൺ മാസത്തിലെ ഒരു മഴ പെയ്യുന്ന രാത്രി. തണുപ്പ് അരിച്ച് അകത്തേക്ക് കയറി. ജനലുകളെല്ലാം കുറ്റിയിട്ട് ജനൽ കർട്ടൻ വലിച്ചിടാൻ തുടങ്ങിയായിരുന്നു സൂസന്ന. പെട്ടെന്ന് അവൾ പുറത്ത് ഒരു പുരുഷന്റെ നിഴൽ അനക്കം കണ്ടു. രാത്രി സമയം 10 മണിയോടടുത്തു. ആരായിരിക്കും ഈ സമയത്ത്? ആരെങ്കിലും അപരിചിതരോ വഴിപോക്കതോ അല്ലെങ്കിൽ മോഷ്ടാക്കളോ ആയിരിക്കാം. അവൾ താമസിച്ചിരുന്ന ഉൾനാടൻ ഗ്രാമത്തിൽ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നവരെ എല്ലാം അവൾക്കറിയാമായിരുന്നു. അവർ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ പുറമെ പരിങ്ങി നടക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് വന്ന് വാതിൽ മുട്ടുകയോ പുറത്തു നിന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആരാ അത്? മറുപടി ഒന്നും കിട്ടിയില്ല. ജനലിന്റെ പാളി മെല്ലെ തുറന്ന് അവൾ വീണ്ടും ചോദിച്ചു, ആരാ അത്? ചോദിച്ചത് കേട്ടില്ലേ? അതിന് മറുപടി കിട്ടിയില്ല. വിറയാർന്ന സ്വരത്തിൽ അവൾ വിളിച്ചു. ചോദിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഭയം ഉള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി. സൂസന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അടുത്ത പട്ടണത്തിലെ വനിതാ കോളേജിൽ MA ജേർണലിസം പഠിക്കുകയായിരുന്നു അവൾ. അവളുടെ കൂടെ 2 കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. 3 പേരും കൂടി വാടകയ്ക്കെടുത്ത വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷെ അന്ന് കൂട്ടുകാരികൾ 2ഉം വീട്ടിലേക്ക് പോയിരുന്നത് കൊണ്ട് അവർ ഒറ്റയ്ക്കായിപ്പോയി. ധൈര്യം സംഭരിച്ച് അവൾ കിടക്കമുറിയിലേക്ക് വന്നു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നത് അവൾക്ക് നന്നായി അനുഭവപ്പെട്ടു. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് വാതിക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അയാൾ തന്നെ ആയിരിക്കുമോ? അവളുടെ മനസ്സ് ചോദിച്ചു. ധൈര്യം സംഭരിച്ച് അവൾ വാതിക്കലേക്ക് നടന്നു. ആരെങ്കിലും ആക്രമികളായിരിക്കുമോ? വാതിൽ തുറന്നാൽ അയാൾ ഒരുപക്ഷെ തന്നെ ആക്രമിച്ചേക്കുമോന്ന് അവൾ ഭയപ്പെട്ടു. പകരം അതല്ല. അവൾ മുൻവശത്തെ ജനലിൽ ഒരു പാളി തുറന്നു. ആ രൂപം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന രോഹിത് ആയിരുന്നു അത്. അവൻ മഴയിൽ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. തലയിൽ നിന്ന് രക്തം താഴേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. തോളിൽ ഒരു തുണിസഞ്ചി തൂങ്ങി കിടന്നിരുന്ന എന്തോ പുസ്തകം പോലെ കുറെ സാധനങ്ങൾ മുഴച്ചു നിന്നിരുന്നു. ഒരു നിമിഷം സൂസന്ന ആലോചിച്ചു, ഇവൻ എന്തു പറ്റി? ഏതെങ്കിലും അപകടത്തിൽ പെട്ടിരിക്കുമോ? അവൻ എങ്ങനെ തന്റെ വാസസ്ഥലം മനസ്സിലാക്കി? വാതിൽ തുറക്കണോ വേണ്ടയോ? അവൾ ചെകുത്താനും കടലിനും ഇടയിലായിരുന്നു. അവസാനം എന്തും വരട്ടെ എന്ന് കരുതി അവൾ വാതിൽ തുറന്നു. എന്തു പറ്റി രോഹിത്? എങ്ങനെ ഇവിടെ വന്നു? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഒറ്റ ശ്വാസത്തിൽ അവൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഒന്നിനും രോഹിത് മറുപടി പറഞ്ഞില്ല. അവൻ നന്നേ ബലഹീനനും ക്ഷീണിതനുമായിരുന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, കോളേജിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും കവിയും ലിറ്ററേറി അസോസിയേഷന്റെ സെക്രട്ടറിയും ഒക്കെയായിരുന്നു രോഹിത്. ഇവനെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാകാം എന്ന് സൂസന്നയുടെ മനസ്സ് പറഞ്ഞു. വാതിൽ തുറന്ന രോഹിത്തിനെ അകത്തേക്ക് കയറ്റി. അകത്ത് സോഫയിലേക്ക് ഇരുന്ന രോഹിത്തിന്റെ ദേഹത്ത് കൂടി ഒളിച്ചിറങ്ങിയ രക്തവും വെള്ളവും തുടച്ചു കളയാനായി സൂസന്ന ഒരു ടവൽ എടുത്തു കൊടുത്തു. കുടിക്കാൻ കുറച്ച് വെള്ളവും. ആ ടവൽ കൊണ്ട് ദേഹം ഒപ്പുന്നതിനിടയിൽ രോഹിത് അവന്റെ കഥ പറയാൻ തുടങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ് കോളേജിൽ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അല്പനേരം വായിച്ചതിന് ശേഷം നോട്ട്ബുക്ക് എടുത്ത് അതിലേക്ക് ഒരു കവിത എഴുതാൻ തുടങ്ങി. ആ സമയത്താണ് എന്റെ സുഹൃത്ത് ശ്രീജിത്ത് അവിടേക്ക് കടന്നു വന്നത്. എടാ, നീ എന്താണ് കുത്തിക്കുറിക്കുന്നത്? എന്റെ കയ്യിലെ പേന തട്ടിപ്പറിക്കുന്നതിനിടയിൽ ശ്രീജിത്ത് ചോദിച്ചു. ഓ, ഒന്നുമില്ല, ഒരു ചെറിയ കവിത, നിസ്സാര ഭാവത്തിൽ ഞാൻ പറഞ്ഞു. എടാ, ജീവിതം തന്നെ ഒരു കവിതയാണ്. പിന്നെ എന്ത് കവിത? ജീവിതം ആസ്വദിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടെന്നറിയാമോ? ഞാനും വിട്ടുകൊടുത്തില്ല. എടാ, സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി. അത് നൽകുന്നവനും ലഭിക്കുന്നവനും അതിന്റെ അടിമയായിത്തീരുന്നു. സ്നേഹത്തിന് അടിമയായവന് മറ്റൊരു ലഹരി വേണ്ട. ഞാൻ വാചാലനായി. ഒരു നിമിഷം ഞാൻ പേപ്പറും പേനയും മാറ്റിവെച്ചിട്ട് ശ്രീജിത്തിനോട് പറഞ്ഞു, എടാ, നീ ഇത് നിർത്തണം. ഈ ലഹരി ഉപയോഗം നിന്റെ ജീവിതത്തെ നശിപ്പിക്കും. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് പോലും നീ ലഹരിക്ക് അടിമയാണെന്ന് അറിയില്ല. നീ അവളെ വഞ്ചിക്കുകയാണ്.
എന്റെ വാക്കുകൾ ശ്രീജിത്തിനെ അലോസരപ്പെടുത്തി. അവന്റെ കയ്യിൽ കരുതിയിരുന്ന വെളുത്ത രൂപത്തിലുള്ള പൊടി എന്റെ വായ് തുറന്ന് ബലമായി എന്റെ വായിലേക്ക് ഇട്ടു. എന്നിട്ട് വലിച്ചഴിച്ച് എന്നെ കോളേജ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അവന്റെ കൂട്ടുകാരെല്ലാം കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ നേതാവായിരുന്നു അലക്സ്. അലക്സിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി എന്നെ റാഗിങ് ചെയ്തു. അതിനിടയിൽ അലക്സ് എന്നോട് പറഞ്ഞു, എടാ, നീ വലിയ കവിയായിരിക്കും, പക്ഷേ നീ എന്റെ പെണ്ണിനെ വിട്ടേക്കണം. നിന്റെ പെണ്ണോ? അതാരാ? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. ഞാൻ അല്പം ലഹരി അകത്ത് ചെന്നിരുന്നത് മൂലം അസ്വസ്ഥനായിരുന്നു. അവളില്ലേ, നിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്ന ആ സൂസന? അത് രോഹിത് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സൂസനയുടെ ചുണ്ടുകൾക്കിടയിൽ വിടർന്നു. രോഹിത് കഥ തുടരുമ്പോൾ സൂസന അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. ആ ക്രൂരൻ അലക്സ് എന്നെ മർദ്ദിച്ചു. അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് ഊരി അടിച്ചു, നിലത്ത് ചവിട്ടി. ഐ എം സോ സോറി. ഐ ഡിഡ്ന്റ് നോ all this happened because of me. പൊടുന്നനെ സൂസന വസ്ത്രം മാറി ഒരു ഓട്ടോ വിളിച്ച് രോഹിത്തിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. പോകുന്ന വഴി സൂസന രോഹിത്തിന്റെ തലയെ മടിയിൽ വെച്ച് തലോടുന്നുണ്ടായിരുന്നു. രോഹിത്ത് എന്തോ ഓർത്തിട്ടെന്ന പോലെ പോക്കറ്റിൽ കൈയിട്ട് ഒരു തുണ്ട് കടലാസ് പുറത്തെടുത്ത് സൂസനയുടെ കയ്യിൽ കൊടുത്തു. അതൊരു കവിതാ ശകലമായിരുന്നു. സൂസന അത് ഇങ്ങനെ വായിച്ചു. ആർത്തനായി മർത്യനീ പൃഥ്വിയിൽ കേഴുന്നു, ആർത്തിയിൽ പങ്കിട്ടെടുക്കുന്നു വൃദ്ധികൾ, ക്രൂദ്ധനായി സോദര രക്തം കുടിക്കുന്നു, ബദ്ധനായി ബുദ്ധനെ പാടെ മറക്കുന്നു. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് രോഹിത്തിനെ കയറ്റുമ്പോൾ സൂസന പറഞ്ഞു, ലഹരിക്ക് പല മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് സ്നേഹം. ഇതിലും വലിയ ലഹരി ലോകത്ത് ഇല്ല. നന്ദി.